ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ ആറാട്ടിലെ ഒരു തീം സോങ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അല്ലെ? ഒരു 5 മണിക്കോ എന്താ പറയാ 6 മണിക്കൊക്കെ ഇറക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൊക്കെ ഇറക്കിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും വന്നിട്ടെടുക്കാം. അപ്പൊ അതുകൊണ്ടിട്ട് എന്താ പറയാ നമ്മളൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു എപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു 6 മണിക്കായിരിക്കുന്നു. പക്ഷെ എന്താ പറയാ 5 മണിക്ക് തന്നെ ഇറങ്ങി. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് കാണാന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ചാടി മറിഞ്ഞ് എന്നൊക്കെ വന്നത്. അപ്പൊ എന്തായാലും എന്റെ റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ പറ്റിയില്ല കാണാൻ വേണ്ടി. ആ സമയത്ത് കറക്റ്റ് ആയിട്ടൊരു പണിയൊന്നും ഇട്ട് പിന്നെ എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം. ഓ എവിടെ double fry. Masa. Oi, kalari. അതൊക്കെ എല്ലാ സാധനം ഉണ്ടല്ലോ. മുണ്ടിന് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമല്ല. അങ്ങനെ ശ്രമിക്കുക അവന്റെ വടികത്തിൽ എല്ലാം അവനങ്ങോട്ട് പൊളിച്ചെടുക്കണം. കളർ സംഭവം ഓൾമോസ്റ്റ് കട്ട ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ലാലേട്ടന്റെ എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്. പാട്ടിനകത്ത് മറ്റേ എല്ലാം കൊണ്ടുവരാന്ന് പറയുന്നത് വേറൊരു സംഭവം തന്നെ. അതിനകത്ത് പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് അല്ലെ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണിക്കുമ്പോ ഉണ്ടാവുന്ന അല്ലെ, കണ്ണ് കാണിക്കുന്നു, കൈ കാണിക്കുന്നു, വണ്ടി കാണിക്കുന്നത് നമുക്കറിയാം. അതിന് മുന്നേ കണ്ടായിരുന്നില്ലേ, ആദ്യം വിട്ടിട്ട് കാണിച്ചെന്താ കഥകളി, കളരി സംഭവങ്ങളൊക്കെ എല്ലാം അങ്ങോട്ട് നമ്മളെ കാണിച്ച് ഏകദേശം ഒരു മലയാളി ടച്ച് നമുക്ക് ആദ്യം തന്നു. ആ ഒരു പഴമയുടെ ടച്ചും സംഭവങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മുടെ രാജാവ് വരുന്നത്. അതന്നെയാണ് വരികളിലും രാജ രാജ കിരീട രാജ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഫെജു തന്നെയാണ് പാട്ട് എഴുതുകയും ചെയ്തത്, എഴുതി റാപ്പ് ചെയ്താണ്. അല്ല ഈ സംഭവം ഞാൻ MG സാറിന്റെ ലൈൻ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോഴാ റാപ്പിൽ തന്നെ കയറും. അത് കഴിഞ്ഞപ്പോഴൊക്കെ പെട്ടെന്ന് വോയിസ് മാറി. അങ്ങനെ
മാസ് നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് ലാലേട്ടൻ വരുന്ന സമയത്ത്. അപ്പൊ ഇത് ഏത് പാട്ടാണെന്നുണ്ടെങ്കിലും എംജി സാറ് വരുമ്പോ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ അതിനകത്ത് മീനിങ് സോങ് മീനിങ് എന്ന് പറയുന്നത് ലാലേട്ടനെ നമ്മൾ വർണ്ണിച്ചിട്ട് ഫുള്ളായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. മാക്സിമം ശരിക്കും ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മള് നെഞ്ചിനകത്ത് ലാലേട്ടൻ അതുപോലത്തെ അതായത് ഒരു ഫാൻസിന് എങ്ങനെ നമുക്ക് വേണം അല്ലെ, ആ ഒരു രീതിയിലുള്ള ഒരു പാട്ടാണ് ശരിക്കും ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. അത് ഗംഭീരമായിട്ട് രണ്ടുപേരും പാടിയിട്ടുണ്ട് അല്ലെ, ഫെജു ആയാലും എൻജിസ് ആയാലും രണ്ടുപേരും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ബീറ്റ് രാഹുൽ രാജ് തിയേറ്ററിൽ വരേണ്ട സംഭവം. പിന്നെ ഇതിനകത്തുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ഗ്രേഡിംഗ്, എഡിറ്റിംഗ്, കളർ അങ്ങോട്ട് വാരി തേയാണ് ഓൾമോസ്റ്റ് ഹോളിയൊക്കെ പോലെ. നമ്മള് ശരിക്കും ഈ പാട്ട് എന്ന് പറയുന്നത് നമ്മള് കൊറേ ആൾക്കാർ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളുടെ മെയിൻ കാണുന്ന ലാലേട്ടന്റെ ഫേസിൽ തന്നെയായിരുന്നു. അത് സ്ക്രീൻ കൊണ്ടുപോകല്ലേ, അതുകൊണ്ടാണ് സ്ക്രീനിൽ ലാലേട്ടൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കാണ് അല്ലെ. വേറെ ആരെവിടെ നമ്മൾ കാണില്ല, വേറെ ആരും ഇല്ല മെയിൻ ആയിട്ട്. പക്ഷെ ലാലേട്ടനെ തന്നെ കാണിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടന്റെ പല പല മൂവ്മെന്റ്സ്, അതായത് എന്താ പറയാ മറ്റേ അടികളൊക്കെ ഇല്ലേ, അടിയും കാര്യങ്ങളൊക്കെ, മലത്തിയടി, പിന്നെ ആണെങ്കിൽ മീശ വിരിക്കല്, മുണ്ടുമാടിക്കുത്തില്, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ഇതിനകത്ത് കൊണ്ട് നല്ലൊരു മാസ് ഐറ്റം, നല്ലൊരു ഫുഡാക്കി തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗംഭീര പ്രതീക്ഷയിലാണ്. കാരണം ബി ഉണ്ണികൃഷ്ണൻ നമ്മൾ വിശ്വസിക്കുകയാണ്, അതുപോലെ ഉദയകൃഷ്ണൻ എന്തായാലും വിശ്വാസം നല്ലോണം ഉണ്ട്. അപ്പൊ പടം എന്തായാലും ആ ഒരു രീതിയിൽ ഗംഭീരമായിട്ട് വരട്ടെ അല്ലെ. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഇനി അത്ര ദിവസമൊന്നുമില്ല, വെള്ളിയാഴ്ച റിലീസ്. അപ്പൊ എന്തായാലും നമ്മള് കണ്ടത് അതെ, എനിക്ക് വരട്ടെ. പടവും ഇതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.